ഹലോ, ഇന്ന് ഞങ്ങളെ വെഡ്ഡിങ് ആനിവേഴ്സറിയാണ്. അപ്പോൾ ഞങ്ങൾ അമ്പലത്തിൽ പോകാൻ ഇറങ്ങുമെന്ന് വൈകുന്നേരം സന്ധ്യയായി. അപ്പോൾ ഞാനും രഘുവേട്ടനും കണ്ണനും കൂടി അമ്പലത്തിൽ പോകുമെന്ന്. ഇപ്രാവശ്യം ഞങ്ങൾ തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തിലേക്കാണ് പോകുന്നത്. എല്ലാ വർഷവും ഞാൻ ചെറിയൊരു കേക്ക് വാങ്ങിയിട്ട് കട്ട് ചെയ്തിട്ട് അങ്ങനെ ഞങ്ങൾ നാലാളും ചെറുമാതിരി ആഘോഷിക്കും. ഒരു കേക്ക് വാങ്ങി കട്ട് ചെയ്യും. അങ്ങനെ ഇപ്രാവശ്യം പിന്നെ മാളു ഇവിടെ ഇല്ല. മാളു അങ്ങായതുകൊണ്ട് ഇപ്രാവശ്യം നമ്മൾ അമ്പലത്തിൽ പോയിട്ട് വരും. എൻ്റെ നാട് തളിപ്പറമ്പിലാണ് കേട്ടോ. അപ്പം ഞാൻ തളിപ്പറമ്പിലേക്ക് പോകുമ്പോൾ ആരെങ്കിലും അറിയുന്ന ആളുണ്ടാവുമോ എല്ലാം നോക്കി അമ്പലത്തിലെത്തി. നല്ല തിരക്കുണ്ടായിരുന്നു. ശിവരാത്രിയാണ്. ശിവരാത്രീൻ്റെ തലേന്നാണ് ഞങ്ങൾ അമ്പലത്തിൽ പോകുന്നത്. അപ്പോൾ കുട്ടികളെ പരിപാടിയുണ്ട്. അമ്പലം മൊത്തം അലങ്കരിച്ചിട്ടുണ്ട്. ചന്തയുണ്ട് ഒരുപാട്. നമ്മളവിടെ കയറി കുറേ ഫോട്ടോസെല്ലാം എടുത്ത് അമ്പലത്തിൽ കയറി തൊഴുത് ഒരു സൈഡിൽ നിന്ന് ഞങ്ങൾ കുറേ ഫോട്ടോസ് എടുത്ത് യാദൃശ്ചികമായിട്ട് ഏടത്തമ്മേനെ കണ്ട് ഏടത്തമ്മയായിട്ട് ഫോട്ടോ എടുത്ത്. ഏട്ടനും ഏടത്തമ്മയും എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. അവരെ വീട് അതിൻ്റെ അടുത്ത് തന്നെയാണ്. അപ്പം നമ്മൾ അമ്പലത്തിൽ പോയിട്ട് അവിടെ പോകണമെന്ന് വിചാരിച്ചിന്. അപ്പോൾ ഇന്ന് പോകുന്നില്ല. ഏട്ടനും ഏടത്തമ്മയും എല്ലാവരും തന്നെ ഉണ്ടായിരുന്നു. അപ്പം നമ്മളവിടെ തൊഴുത് കുട്ടികളെ പരിപാടിയെല്ലാം കണ്ട് താഴെ അരവത്തമ്പലത്തിലേക്ക് പോയി. പണ്ട് ഞങ്ങളിവിടെ സ്ഥിരമായിട്ട് വരുന്നതാണ്. എൻ്റെ വീട് കുറച്ച് ആ സമയത്ത് നടന്നിട്ട് വരും. 10-15 മിനിറ്റ് നടന്ന് നമ്മൾ രാവിലെയും ബുധനും ശനിയും എല്ലാം തൊഴുന്ന അമ്പലമാണ്. ഇപ്പോൾ ഒരുപാട് മാറി. ഇപ്പം നമ്മൾ ഏകദേശം ഒരു 5-6 മാസം, ഒരു 6-7 മാസമായെന്ന് തോന്നുന്നു ഇങ്ങോട്ട് വരാത്ത. ശിവരാത്രി ആയതുകൊണ്ട് പിന്നെ മൊത്തം അലങ്കരിച്ചിട്ടുണ്ട്. ആൾക്കാർ കുറേ ഉണ്ട്. ഞങ്ങൾ അവിടെ നിന്ന് തൊഴുത് ഇറങ്ങി. പിന്നെ നേരെ വില്ലമ്പലത്തിലേക്ക് വന്ന് കുട്ടികളെല്ലാം ഫോട്ടോ എടുക്കുന്ന തിരക്കായിരുന്നു. ഒരുപാട് കുട്ടികളുണ്ടായിരുന്നു. മിസ് ചെയ്തു. കുറേ സമയം കുട്ടികളെ പരിപാടിയെല്ലാം കണ്ട് അവിടെ ഇരുന്ന് പിന്നെ നേരെ വീട്ടിലേക്ക് തിരിച്ചു. തമ്പുരാനെയും കണ്ട് വീട്ടിലേക്ക്. അപ്പോൾ കണ്ണൻ പറഞ്ഞു ഫുഡ് കഴിച്ചിട്ട് പോവാന്ന്. മാളു കണ്ണനോട് വിളിച്ച് പറഞ്ഞു ഇന്ന് മന്തി മാത്രമേ വാങ്ങാൻ പാടുള്ളൂ. അപ്പോൾ എന്നാൽ പിന്നെ കേക്ക് വാങ്ങണ്ട, ഇന്ന് മന്തി കഴിക്കാമെന്ന് വിചാരിച്ച് ചിറവക്കിനുള്ള ഒരു ഷോപ്പിലേക്ക് കയറിയ കരീംസ്. മന്തിക്ക് ഓർഡർ ചെയ്തു. മന്തി എത്തി. കണ്ണന് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് അത്രയും ഇഷ്ടമൊന്നുമല്ല. മാളുവിനും ഇഷ്ടമാണ്, ഭയങ്കര ഇഷ്ടമാണ്. കണ്ണന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ മന്തി. അവൻ ആസ്വദിച്ച് കഴിക്കുന്നുണ്ട്.
സൂപ്പർ. അങ്ങനെ ഞങ്ങൾ മന്തിയും കഴിച്ചു, അതിൻ്റെ കൂടെ ലെമൺ ടീ വാങ്ങി 3. അതെല്ലാം കഴിച്ച് നേരെ വീട്ടിലേക്ക്. 9:30-10 മണിയായി സമയം. ഇനിയിപ്പോൾ എവിടെയും കയറാനൊന്നും പറ്റില്ലല്ലോ രാത്രി. അങ്ങനെ ഇപ്രാവശ്യത്തെ നമ്മളെ വിവാഹ വാർഷികം ഞങ്ങൾ ഇങ്ങനെ ആഘോഷിച്ചു. ബായ്.